നിത്യതയുടെ ഉടമസ്ഥൻ എന്നെപ്പോലൊരു മനുഷ്യനായി ഇറങ്ങി വന്നു. അവൻ ചങ്കിലെ ചോര തന്ന് നമ്മളെ വീണ്ടെടുത്തു, മക്കളാക്കി, മണവാട്ടിയാക്കി. എന്നിട്ട് ആ സഭയോട് പറയുക, സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുമായ യേശുവിനെ നോക്കണം. അർത്ഥം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കണ്ണ് നിത്യതയിൽ നിന്നും പറയണം. നിങ്ങളുടെ കണ്ണ് നിത്യതയിൽ നിന്നും പറഞ്ഞ് നിത്യതയുടെ ഉടമസ്ഥനായ യേശുവിൽ പതിയണം. നിത്യതയെക്കാളും നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നത് നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഗാർഡൻ കാണാനല്ല, വീടിനകത്തുള്ള മനോഹരമായ ഫർണിച്ചർ കാണാനല്ല. നല്ലതായിരിക്കും, പക്ഷേ എനിക്കവിടെ ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളാ. എനിക്കവിടെ ഏറ്റവും വിലപ്പെട്ടത് ഗാർഡനോ ഫർണിച്ചറോ ഒന്നും അല്ല. എനിക്കവിടെ വിലപ്പെട്ടത് നിങ്ങളാ. നിങ്ങളില്ലെങ്കിൽ അവിടെ ഞാൻ തുടരത്തില്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വീട്ടിൽ ചെല്ലുന്നത് മക്കൾ വാങ്ങിച്ച അലമാരി കാണാനാണോ? മക്കളെ കാണാനാണോ? ആണോ? യെസ്, മുത്തുമയമായി വിളങ്ങുന്ന പട്ടണമാണ് പുത്തൻ യെരൂശലേമൊക്കെയാ. പക്ഷേ എനിക്കവിടെ ഏറ്റവും പ്രേഷ്യസ് ജീസസ് ആണ്. അതിനേക്കാൾ വലുതൊന്നും എനിക്കില്ല. നമ്മളൊക്കെ മരിച്ചു സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നേ. എന്നാൽ പൗലോസ് ആ പ്രാർത്ഥന തിരിച്ചെന്ന് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നല്ല, വിട്ടുപിരിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനോട് ചേർന്നിരിക്കണം.